നടികരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഹൈഫൈ വൈബ് പടം. കഥ ഒന്നുമില്ല, കഥ എന്ന് പറയാനേ ഇല്ല, ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കഥയാണ്. പക്ഷെ അതിനെ ഒരു സ്റ്റൈലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ, അതായത് ലാൽ ജൂനിയറിനെ അറിയില്ല, ക്വാളിറ്റി കണ്ടന്റ് മേക്കറാണ്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, എല്ലാം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലും പിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്രെയിംസും ഭയങ്കര റിച്ചായിരുന്നു, കളർഫുൾ, വൈബ്രൻറ്റ്. ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയിരിക്കുന്ന ഫ്രെയിംസൊന്നുമില്ല. എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എസ്തെറ്റിക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാവരും പെർഫോമൻസ് ഒരു രക്ഷയില്ല. ടോവിനൊക്കെ എന്ത് വിളയാടി, നല്ല അഭിനയം, നല്ല ക്യാരക്ടർ, എല്ലാം ഓക്കെയാണ്. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇത് കഥ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ ടോവി ആസ് എ സൂപ്പർ സ്റ്റാർ കാണിക്കുകയാണ്. ഡേവിഡ് പടിക്കൽ, പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ ഓറ, എങ്ങനെയാണ് പുള്ളി ഓരോ സ്ട്രഗിൾസും മീറ്റ് ചെയ്യണ, ഫേസ് ചെയ്യണ ചാലഞ്ചസ്, ഇതൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അണ്ടർലൈൻ സ്റ്റോറി അവിടെ ബിൽഡാവുന്നില്ല. ജസ്റ്റ് ഈ ക്യാരക്ടറിന് മാത്രം റിവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ പറയത്തക്ക സ്ട്രോങ് വില്ലൻ ഇല്ല. ചുമ്മാ കുറച്ച് കുത്തിക്കയറ്റി 2-3 അടികൾ. പക്ഷേ ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ്, അതന്നെ കുറേ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ്, കുറേ ഇതിൽ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ട്. കാരണം ഇതിൽ അറിയാലോ, ലാൽ ജൂനിയറും ബാലുവറും ജസ്വിൻ്റെ ആ ടീമുണ്ട്. അവർ ഭയങ്കര വിഷയങ്ങളാണ്. അപ്പോൾ അവർക്ക് ആനെ വേണമെങ്കിൽ സെറ്റിൽ കൊണ്ടുവരാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അത് നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരുവിധം എല്ലാവരെയും കാണാൻ പറ്റും. ബാലുവർ കേസായിട്ട്, സുരേഷ് കൃഷ്ണനായിട്ടൊരു ഭാവന, ഇന്ദ്രൻസ്, സുഷിൻ ശ്യാം, ഒട്ടുമിക്ക എല്ലാ ഈ മഞ്ഞുമൽ ബോയ്സ്, ആ സെറ്റിലുള്ളവർ, ഗണപതി, ഒട്ടുമിക്ക എല്ലാവരും ക്യാമിയായിട്ട് നമ്മുടെ ഷൈൻ ടോംചാക്ക് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പക്ഷേ വലിയ ഡയലോഗൊന്നുമില്ല, ജസ്റ്റ് ഒരു FAR ക്യാമിയോ ആയിരുന്നു. പിന്നെ നമ്മുടെ സൗബിൻ്റെ അടുത്ത് പറയേണ്ടത്, പുള്ളിയുടെ ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. എങ്കിലും പേരും ഇടയ്ക്കുള്ള ആ കൊട്ടും ഇഷ്ടമായി. പൊട്ടണ നീ ബുള്ളോക്ക് പൊട്ടാൻ, ആ റെഫറൻസൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതാണ്, ഇതിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ആയില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ചിരി കിട്ടും. പിന്നെ അത് ഇമോഷണൽ കണക്റ്റ് തീരെയില്ല. അതായത് ഒരു എൻ്റെ ഡേവിഡിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കണമൊന്നും തീരെ എലവേറ്റ് ആയിട്ടില്ല. ഫ്ലാറ്റായിട്ട് പോയി. നമുക്ക് ഒരു രീതിയിലും ഇമോഷണൽ കണക്റ്റ് ഇല്ല. പിന്നെ ക്ലൈമാക്സിനൊക്കെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലങ്ങ് എത്തിച്ചിട്ടാണ് ഒരു വിട്ടാക്കിയത്. കരയും കൈയടിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതിയ സീനാണ്, പക്ഷേ പാളിപ്പോയി. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. സംഭവം പ്രസൻറ്റ് ചെയ്തൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഈയൊരു കാര്യം, അതായത് ലൈക്ക് ഇവർക്ക് സിമ്പിളായിട്ട് കറണ്ട് ഇഷ്യൂസ് ഇതിൽ ഇപ്പം നടക്കുന്ന റീസെൻ്റായിട്ട് ഇവോൾവ് ചെയ്തൊക്കെ നമ്മൾ ഈ റിവ്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറച്ചും കൂടി ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത്, പിന്നെ അത് ആ സ്റ്റോറി ഒന്ന് ലൈക്ക് ഇത്രയ്ക്കും ആ ഒരു